15 വർഷം മുൻപ്, അതായത് 2010 മെയ് 28-ന് ന്യൂമാഹിയിൽ നടന്ന ഇരട്ട കൊലപാതകം. RSS പ്രവർത്തകരായ വിജിത്തിനെയും സിനോജിനെയും ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നെന്നാണ് കേസ്. ഇന്ന് ആ കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കൊടിസുനി, മുഹമ്മദ് ഷാഫി അടക്കമുള്ള CPM ബന്ധമുള്ള പ്രവർത്തകരെ വെറുതെ വിട്ടത്. പട്ടാപ്പകൽ നടന്ന ഇരട്ട കൊലപാതകത്തിലാണ് മുഴുവൻ പ്രതികളും കുറ്റക്കാരല്ലെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് റൂബി കെ ജോസ് വിധിച്ചത്. കലികാലത്തിന്റെ ഓരോ കളികളെ വേണ്ടാത്തതേ ബുദ്ധിയിൽ ഉദിക്കൂ. 2010 മെയ് 28-ന് പകൽ 11 മണിക്ക് പെരിങ്ങാടിയിൽ വെച്ചാണ് വിജിത്തിനെയും സിനോജിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. മാഹി കോടതിയിൽ ഹാജരായി തിരികെ വരികയായിരുന്നു RSS പ്രവർത്തകരായ ഇരുവരും. TP കേസ് പ്രതികളായ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും അടക്കം 16 CPM പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. എല്ലാം തൊലഞ്ഞു പോട്ടെ, ഇവിടുത്തെ സ്ഥിതി അന്നന്ന് വഷളായിക്കൊണ്ടുവരികയാണ്. ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു. വിചാരണയ്ക്കിടെ 2 പ്രതികൾ മരണപ്പെട്ടു. 15 പേരുകൾ പറഞ്ഞതിൽ 13 പേരും ഇന്ന് കോടതിയിൽ വിചാരണ നേരിട്ട പ്രതികളിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ നേരിട്ട പരാജയത്തിന്റെ ആണിക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. അപ്രതീക്ഷിത വിധിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതികരണം. സാക്ഷിമൊഴികളും തെളിവുകളും ഉണ്ടായിട്ടും ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതും തികച്ചും നിരാശാജനകമാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഓ, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ. കേസിന്റെ വിചാരണയ്ക്കിടെ കോടതി പരിസരത്തെ ഹോട്ടലിന്റെ പാർക്കിംഗിൽ വെച്ച് കൊടിസുനി അടക്കമുള്ളവർ മദ്യപിച്ചിരുന്നു. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഈ മദ്യപാനം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൊടിസുനിക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ.